ഇവിടെ കസ്റ്റഡി മർദ്ദനവും കസ്റ്റഡി മരണവും ഒക്കെ LDF സർക്കാരിന്റെ പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസിന്റെ മുഖമുദ്രയാണ്. പോവാൻ വരട്ടെ, ചിലപ്പോൾ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകന്റെ വിഷയത്തോടു കൂടിയാണ്, കുന്നംകുളത്ത് ആ വിഷയത്തോടു കൂടിയാണ് ഈ വിഷയം വീണ്ടും ചർച്ചയാവുന്നത്. അത് പോട്ടെ, ബാക്കി രാഷ്ട്രീയ പാർട്ടികൾ പോട്ടെ. CPM-ന്റെ കൊല്ലത്തൊരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ചെപ്പാക്കുറ്റിക്കാണ് എന്ന് വെച്ചാൽ കവിളത്ത് അടി വാങ്ങുകയാണ്, ചവിട്ടി കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്, അരയ്ക്കപ്പെടുകയാണ് ലോക്കപ്പില്. അതുപോലെ SFIയുടെ പത്തനംതിട്ടയിലെ ഒരു ജില്ലാ നേതാവ് ഈ SFIക്കാരും CPM-കാരും തന്നെ ഈ പിണറായി വിജയന്റെ പോലീസിനെ കൊണ്ട് മടുത്തന്നേ. അപ്പൊ ബാക്കി രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ബാക്കി നേതാക്കന്മാരുടെ അവസ്ഥ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. മാധ്യമങ്ങൾ SFIയുടെ ജില്ലാ നേതാവിന് മർദ്ദനം, നിരന്തരമായിട്ടുള്ള ചികിത്സകൾ. പത്തനംതിട്ടയിലെ പയ്യൻ ഏകദേശം 6 മാസത്തോളം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോ CPM-കാർക്ക് രക്ഷയില്ല, SFIക്കാർക്ക് രക്ഷയില്ല, യൂത്ത് കോൺഗ്രസുകാർക്ക് രക്ഷയില്ല. ഞങ്ങൾക്ക് പിന്നെ രക്ഷ വേണ്ട, ഞങ്ങൾ നിങ്ങളുടെ അടി വാങ്ങാൻ തയ്യാറാണ്. പക്ഷേ ഒരു ഗുണ്ടെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. നാണമില്ലടാ നിനക്കൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വാ. ഈ നാട്ടിലെ ചെറുപ്പക്കാരെ, ഈ നാട്ടിലെ പൊതുജനങ്ങളെ നിങ്ങളുടെ പോലീസിന്റെ ബൂക്സിട്ട് ചവിട്ടാനും നിങ്ങളുടെ ഇലക്ട്രിക് ലാത്തി കൊണ്ടടിക്കാനും നിങ്ങളുടെ മൂന്നാം മുറകൾ പ്രകടിപ്പിക്കാനുമുള്ള വേദിയായി നിങ്ങളുടെ ലോക്കപ്പുകളെ മാറ്റിയാൽ ഞങ്ങൾ അതെങ്ങനെ പ്രതിരോധിക്കുക എന്നുള്ളത് വരുന്ന കാലങ്ങളിൽ നിങ്ങൾ കാണുന്നതായിരിക്കും. കണക്ക് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം. പൊതുപ്രവർത്തകരെ പോലീസുകാർ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. എന്തുകൊണ്ടാണ് പോലീസുകാർ ഇങ്ങനെ ചെയ്യുന്നത്? ആരാണ് ഇവർക്ക് ലൈസൻസ് നൽകുന്നത്? നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് നിയമം പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കാനാണ്. അതിൽ ആരെങ്കിലും കുഴപ്പങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനാണ് പോലീസിനെ ശമ്പളവും കൊടുത്ത് നമ്മൾ പൗരന്മാർ തീറ്റിപ്പോറ്റുന്നത്. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നമ്മുടെ തന്നെ നെഞ്ചത്തേക്ക് ചവിട്ടിക്കയറാൻ പോലീസിനുള്ള ഉറപ്പെന്താണ്, ബലമെന്താണ്, ധൈര്യം എന്താണ്? ഇത് ചോദ്യം ചെയ്യേണ്ടതാണ്.